നമസ്കാരം. ഇന്ത്യ ഉൾപ്പെടെ 60-ലേറെ രാജ്യങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തിക്കൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയത്തിന് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്ന വിഭാഗങ്ങളിലൊന്ന് അമേരിക്കയിലെ ഉപഭോക്താക്കളായ ജനതയെന്ന് വിലയിരുത്തൽ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന പദവിയിൽ വിരാജിക്കുന്നതിനാൽ US തന്നെ ആയിരിക്കും അസ്വസ്ഥതയുടെ ആഘാതം ഏറ്റവും തീവ്രമായി അനുഭവപ്പെടാൻ പോകുന്നത്. വിലക്കയറ്റവും തൊഴിൽ നഷ്ടവും പണപ്പെരുപ്പവും ആസന്നമെന്നാണ് വിലയിരുത്തൽ. ഇതുതന്നെയായിരിക്കും ട്രംപിന് തീരുവയുടെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും. രാജ്യത്തെ വിലക്കയറ്റം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ സകലത്തിനും കൂടുതൽ വില നൽകേണ്ടി വരും. ഇപ്പോൾ തന്നെ വിലയിൽ ഗണ്യമായ വർധനവ് വന്നു കഴിഞ്ഞു. പാദരക്ഷകൾക്കും മറ്റും വർധന 40%. 20% കൂടി വർദ്ധിച്ചേക്കാം. വസ്ത്രങ്ങൾക്ക് 38% വില വർധനവുണ്ട്. 15% വർധന കൂടി പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാന തിരിച്ചടി US ഡോളറിന് സംഭവിച്ചേക്കാവുന്ന ബലക്ഷയമോ തകർച്ചയോ ആയിരിക്കും. 100 വർഷത്തിലേറെയായി ലോകമെങ്ങുമുള്ള ഭരണകൂടങ്ങൾക്കും കേന്ദ്ര ബാങ്കുകൾക്കും US ട്രഷറി ബോണ്ടുകൾ പോലുള്ള ഡോളർ അധിഷ്ഠിത ആസ്തിയാണ് പ്രധാന കരുതൽ ധനം. സ്വർണവും മറ്റുമൊഴിച്ചാൽ ആഗോള വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ 59% ഡോളർ അധിഷ്ഠിത ആസ്തിയാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് അമിത തീരുവ. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടയാക്കും. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ബലപ്പെടുന്നതോടെ ഈ രാജ്യങ്ങൾക്കിടയിലെ കൊടുക്കൽ വാങ്ങലുകൾക്ക് US ഡോളർ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. ഡി ഡോളറൈസേഷൻ എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ മുന്നേറുകയും ചെയ്യും. ഡോളറിന്റെ അവസാനം ആരംഭിച്ചിരിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ 2023 അഭിപ്രായപ്പെട്ടിരുന്നതാണ്. ആഗോള ജനാധിപത്യ സഹകരണത്തിന്റെയും ശക്തമായ വ്യാപാര ഇടപാടുകളുടെയും ഭാഗമായി കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ തകരാൻ ട്രംപിന്റെ തീരുവ നയം ഇടയാക്കും. ആഗോള വ്യാപാരത്തിൽ 375 ലക്ഷം കോടി രൂപയുടെയെങ്കിലും ഇടിവിന് ഇടയാക്കുന്നതാണ് തീരുവ വർധനവ്. ആഗോള വ്യാപാരം ഈ വർഷം 3000 ലക്ഷം കോടി രൂപയിലെത്തുമെന്ന അനുമാനം അസാധ്യമാകും. ഇത് അധിക തീരുവയ്ക്ക് വിധേയമായിരിക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല ലോക വ്യാപാര രംഗത്തെ ആകെ തന്നെ അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ്. ഉയർന്ന തോതിലുള്ള പകരം തീരുവ സംബന്ധിച്ച് ട്രംപ് ആദ്യ പ്രഖ്യാപനം നടത്തിയതോടെ US-ലെ സാമ്പത്തിക രംഗത്ത് അസ്വസ്ഥതയുടെ സൂചനകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു. അസ്വസ്ഥത ക്രമേണ വർദ്ധിക്കുന്നതാണ് പിന്നെ കണ്ടത്. തൊഴിലവസരങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ കാര്യങ്ങളിലൊക്കെ രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. അധിക തീരുവ നടപ്പിലായി കഴിഞ്ഞതോടെ അത് ഇനിയുള്ള നാളുകളിൽ അർബുദം പോലെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു തിന്നുന്നതാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നു. തൊഴിലവസരങ്ങൾ സംബന്ധിച്ച് പുറത്തുവരുന്ന കണക്കുകളിൽ തീരുവ നയത്തിന്റെ പ്രത്യാഘാതം കാണാം. കഴിഞ്ഞ മാസം കാർഷികേതര രംഗത്തെ വർധനവ് 73,000 മാത്രമായിരുന്നു. 1,10,000 പ്രതീക്ഷിച്ച സ്ഥാനത്താണിത്. 2024 ഒക്ടോബറിന് ശേഷം ഇത്രയും കുറഞ്ഞ വർധന രേഖപ്പെടുത്തുന്നത് ആദ്യമാണെന്നും ഓർക്കണം. വിവിധ തൊഴിലുടമകളിൽ നിന്നുള്ള അറിയിപ്പുകൾ വെളിപ്പെടുത്തിയത് 62,075 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടാണ്. 2024 ജൂലൈയിൽ പിരിച്ചുവിടലിനേക്കാൾ 140% കൂടുതൽ. ഇക്കഴിഞ്ഞ 7 മാസത്തിനിടയിൽ ജോലി നഷ്ടമായവരുടെ എണ്ണം 8,06,383 വാർഷികാടിസ്ഥാനത്തിൽ നോക്കിയാൽ 75% കൂടുതലാണിതെന്ന് മാത്രമല്ല 2020 ശേഷമുള്ള ഏറ്റവും വലിയ കണക്കുമാണ്. തീരുവ നയം മാത്രമല്ല ഇതിന് കാരണം. പക്ഷേ തീരുവ നയത്തിന്റെ പ്രത്യാഘാതം എന്നോണം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയെ അതിജീവിക്കുന്നതിന് തൊഴിലുടമകൾ സ്വീകരിക്കുന്ന നടപടികൾ ചെറുതല്ലാത്ത കാരണമാണ്. കളിപ്പാട്ടങ്ങൾ പോലുള്ള ഇനങ്ങൾക്ക് വില 80% വരെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരാശരി വരുമാനമുള്ള കുടുംബത്തിന് $2,400 വരെ അധിക ചെലവാണ് പ്രതിമാസം ഉണ്ടാകുമെന്നാണ് അനുമാനം. തീരുവ നയത്തിന്റെ പ്രത്യാഘാതമായി നഷ്ടം നേരിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും ചില വൻകിട നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. തീരുവ നയം മൂലം ത്രൈമാസ വരുമാനത്തിൽ 9,570 കോടി രൂപയുടെ വരുമാന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ജനറൽ മോട്ടോഴ്സിന്റെ വെളിപ്പെടുത്തൽ. കമ്പനികളുടെ ലാഭത്തിൽ വലിയ തോതിലുള്ള ഞെരുക്കം അനുഭവപ്പെട്ടേക്കാമെന്ന് സിറ്റി ബാങ്കിന്റെ റിസർച്ച് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിന്റെ തീരുവ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടോ എന്നത് പോലും വലിയ ചോദ്യമായി US-ൽ ഉയർന്നിട്ടുണ്ട്. അധികാരമില്ലെന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ റോബിൻ ക്രൂഗ്മാന്റെ അഭിപ്രായം. 1 ഡസനോളം സ്റ്റേറ്റുകളും അനേകം ബിസിനസ് സംരംഭങ്ങളും ചില വ്യക്തികളും ട്രംപിന്റെ അമിത അധികാര നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. പരമോന്നത കോടതിയിൽ യാഥാസ്ഥിതികരായ ന്യായാധിപന്മാർക്കാണ് ഭൂരിപക്ഷം എന്നിരിക്കെ ട്രംപിന് അനുകൂലമായ വിധിയുണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നും പൊതുവെ അഭിപ്രായമുണ്ട്.